Hi friends, today we are discussing one of the theory area to be covered in your first module, recent trends in management accounting or new systems of management accounting. There are different developments in the field of management accounting, and we are discussing here in brief some of the areas. The first one that we have to discuss is ABC costing, activity based cost management. The existing cost management system is absorption costing. Already you have learned costs are assigned to products based on any of the overhead rate, machine hour rate, labor hour rate, etc. Total cost of a product is divided by number of units, then we will get the cost per unit. But ABC is a different concept. It says that activities cause costs and activities must be controlled to control costs. ഈ കൺസെപ്റ്റ് പറയുന്നത് കോസ്റ്റ് വരിക ആക്ടിവിറ്റീസിനാണ്, അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസാണ് കൺട്രോൾ ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ആർ അസൈൻഡ് ടു പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ കോസ്റ്റുകളെ പ്രോഡക്റ്റുകൾക്ക് അസൈൻ ചെയ്യേണ്ടത് ഓരോ പ്രോഡക്റ്റിൻ്റെയും ആക്ടിവിറ്റിയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ആക്ടിവിറ്റി അനാലിസിസ് ഈസ് ഡൺ ഫോർ ഇംപ്രൂവിങ് ദ ഓപ്പറേഷണൽ കൺട്രോൾ, മാനേജീരിയൽ കൺട്രോൾ, എക്സെട്ര. ഓക്കെ, അതായത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കോളേജിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ കോസ്റ്റ് സാധാരണ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ കോളേജിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോളേജിലെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ നമുക്ക് ഒരു കുട്ടിയുടെ കോസ്റ്റ് കിട്ടും. പക്ഷെ അത് റീസണബിൾ ആണോ? എല്ലാ കുട്ടികൾക്കും ഒരേ കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുമോ? ലൈബ്രറിയിൽ സ്ഥിരമായി പോകുന്നവരുണ്ടാവാം, തീരെ പോകാത്തവരുണ്ടാവാം. ക്യാൻറ്റീൻ ഉപയോഗിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവാം. കോളേജ് ബസ് ഉപയോഗിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവാം. എല്ലാവർക്കും ഒരേ കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷനാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം കോളേജ് ബസ്സിൽ കയറുന്ന കുട്ടികൾക്ക് മാത്രം ബസ്സിൻ്റെ ചാർജ് ആഡ് ചെയ്യുക, അതാണ് ഒരു ആക്ടിവിറ്റി. ക്യാൻറ്റീനിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രം ക്യാൻറ്റീനിൻ്റെ ചാർജ് കൊടുക്കുക. ലൈബ്രറിയിൽ പോകുന്ന കുട്ടികൾക്ക് ലൈബ്രറിയുടെ ചാർജ്. ഇങ്ങനെ ആക്ടിവിറ്റീസിനെ അടിസ്ഥാനമാക്കി ചാർജ് ചെയ്യുന്ന സിസ്റ്റമാണ് ABC. ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ് ഫോർ ദ പ്രോഡക്റ്റ്. എങ്ങനെ കോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ, ലൈബ്രറി എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സെലക്ട് ദ കോസ്റ്റ് അലോക്കേഷൻ ബേസിസ് ആസ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് എങ്ങനെ ചാർജ് ചെയ്യാം. ഇപ്പോൾ ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി അവേഴ്സ് കൊടുക്കാം. ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് വെച്ച് കൊടുക്കാം. കോളേജ് ബസ് ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ട്രാവലിംഗ്, ഇങ്ങനെ ഒരു ബേസിസിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇത് തീരുമാനിക്കുക. ആൻഡ് അലോക്കേറ്റ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റീസ്. എന്നിട്ട് ആക്ടിവിറ്റീസിനെ അടിസ്ഥാനമാക്കി കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. ഈ ഒരു ടെക്നിക്കാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു അവയർനെസ് മാത്രമാണ് ഈ ഏരിയയിൽ വേണ്ടത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലുകളിൽ പഠിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ട്രെൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഏരിയ ഈസ് ബെഞ്ച് മാർക്കിംഗ്. മറ്റൊരു റീസെൻ്റ് ട്രെൻഡാണ്. ഐഡൻറ്റിഫൈ ദ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. നമ്മുടെ സ്ഥാപനത്തിലോ പുറത്തോ ഉള്ള ക്രിട്ടിക്കൽ സക്സസ് ഉണ്ടാക്കുന്ന പ്രധാന ഫാക്ടർ എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ചില സ്ഥാപനങ്ങളിൽ റോ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം, ലേബർ അവൈലബിലിറ്റി ആയിരിക്കാം. എന്താണോ നമ്മുടെ പ്രൊഡക്റ്റിനെ, നമ്മുടെ കമ്പനിയെ മികച്ചു നിൽക്കുന്നത്, അതിനെയാണ് കോസ്റ്റ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്റ്റഡി ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് ഫേംസ്. സ്ഥാപനങ്ങളുടെയൊക്കെ ബെസ്റ്റ് പ്രാക്ടീസുകൾ സ്റ്റഡി ചെയ്യുക. ആൻഡ് ഇംപ്ലിമെൻറ്റ് ടു റീച്ച് ദ ബെസ്റ്റ് പെർഫോമൻസ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ വി അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ദ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ്. അല്ലേ, കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്, പ്രോസസ്, സർവീസ് ഇംപ്രൂവ്മെൻറ്റിന് നമ്മളുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ബെസ്റ്റ് പ്രാക്ടീസുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് റീ എഞ്ചിനീയറിംഗ് ഈസ് അനദർ ടേം. റീഡിസൈനിങ് എ പ്ലാൻ
process, product or an existing process etc. to improve the product cost, quality attributes etc. നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഏത് എലമെൻ്റ് ആയാലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ അതിനെ എപ്പോഴും റീഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇപ്പോൾ സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി, ആ സോപ്പ് 2010 ഉണ്ടാക്കിയ സോപ്പ് തന്നെ 2020 കൊടുക്കരുത്. വി ഹാവ് ടു റീഡിസൈൻ ഇറ്റ് കണ്ടിന്യൂസ്ലി. എപ്പോഴും ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ടേസ്റ്റ്, സ്മെല്ല്, കളറ്, ദെൻ ഷേപ്പ്, അപ്പിയറൻസ്, ഇതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊക്കെ റീഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോഡക്റ്റ് റീ എൻജിനീയറിങ്. ദെൻ ടാർഗറ്റ് കോസ്റ്റിംഗ് ഈസ് അനദർ കൺസെപ്റ്റ്. ജനറലി ഫസ്റ്റ് വി വിൽ ഫിക്സ്. സാധാരണ നമ്മളെന്താ ചെയ്യാറ്? നമ്മുടെ പ്രൈസ് തീരുമാനിക്കും, നമ്മുടെ കോസ്റ്റ് കണ്ടെത്തും, അതിൻ്റെ ഡിഫറൻസിന് പ്രോഫിറ്റ് എന്ന് പറയും അല്ലേ? സെയിൽസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ബട്ട് ഈ കൺസെപ്റ്റ് നേരെ ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ്. ആദ്യം സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കും ആൻഡ് ടാർഗറ്റ് പ്രോഫിറ്റും ആദ്യം തന്നെ തീരുമാനിക്കും. അപ്പോൾ 50 രൂപ സെല്ലിംഗ് പ്രൈസാണ്, 10 രൂപ ലാഭം കിട്ടണം. ഇത് രണ്ടും ആദ്യം തീരുമാനിക്കുക. ദെൻ ട്രൈ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ബൈ സെറ്റിംഗ് എ ടാർഗറ്റ് കോസ്റ്റ്. നമുക്കറിയാം 50 രൂപ സെല്ലിംഗ് പ്രൈസും 10 രൂപ പ്രോഫിറ്റാണ് എക്സ്പെക്റ്റഡ് എങ്കിൽ 40 രൂപക്ക് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. ഈ 40 രൂപയിലേക്ക് നമ്മുടെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് കസ്റ്റമർ. പ്രൈസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, ആൻഡ് മാർജിൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ കമ്പനി, പ്രോഫിറ്റ്. ഇത് രണ്ടിനെയും അടിസ്ഥാനമാക്കി കോസ്റ്റ് തീരുമാനിക്കുന്നതിനെ. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു എന്താണ്? ടാർഗറ്റ് കോസ്റ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ടാർഗറ്റ് പ്രോഫിറ്റ്. ഓക്കെ, എന്നിട്ട് ഈ കോസ്റ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ജിറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു കോൺസെപ്റ്റാണ്. ടൊയോട്ടയാണ് ആദ്യമായി ഇത് ഉപയോഗിച്ചത്. മെയിൻറ്റെയിൻ മിനിമം ഇൻവെൻ്ററി ആൻഡ് റിലൈ ഓൺ സപ്ലയർ. സ്റ്റോക്ക് ലെവൽ മിനിമൈസ് ചെയ്യുക, സ്റ്റോക്ക് കുറച്ച് കീപ്പ് ചെയ്യുക, സപ്ലയർ വിശ്വസിക്കുക. നമുക്ക് എപ്പോഴൊക്കെ സ്റ്റോക്ക് വേണോ അപ്പോഴൊക്കെ സപ്ലയർ തരും എന്നുള്ള ഒരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഏബിൾ ടു എലിമിനേറ്റ് സ്റ്റോക്ക് വേസ്റ്റേജ്, ഇറ്റ് വിൽ ബി ഏബിൾ ടു മിനിമൈസ് ദ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലേ? സ്റ്റോക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ ഗോഡൗണ്, അതിൻ്റെ വേസ്റ്റേജ്, മറ്റു കാര്യങ്ങൾ, ദെൻ അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ്, ദെൻ ക്യാപിറ്റൽ കോസ്റ്റ്. 1,00,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുമെന്ന് പറയുമ്പോൾ 1,00,000 രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ഇത്തരം കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സ്റ്റോക്ക് മിനിമൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം. വി പർച്ചേസ് സപ്ലൈ റോ മെറ്റീരിയൽസ് ഓൺലി ഇൻ ടൈം ഇറ്റ് ഈസ് റിക്വയർഡ്. ദാറ്റ് ഈസ് just in time concept. Balanced scorecard is another concept. Like we have the limitations of traditional financial performance measures. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ടെക്നിക്കുകളുണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ കാരണമാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻ്റഗ്രേറ്റ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് ഓഫ് പെർഫോമൻസ്. ഇതിൻ്റെ പ്രത്യേകത ഫിനാൻഷ്യൽ മെഷേഴ്സ് മാത്രമല്ല, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർ കൂടി രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. കെയ്സൺ കോസ്റ്റിംഗ് അനദർ ടേം. കെയ്സൺ എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ടേമാണ്. അതിൻ്റെ ബേസ് ഇതാണ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് അല്ലേ? മെല്ലെ തിന്നാൽ അല്ലേ, അങ്ങനെ പറയാറില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അല്ലേ യൂസേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത്. കെയ്സൺ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ചേഞ്ച് ഫോർ ഗുഡ് എന്നാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ഇംപ്രൂവ്മെൻറ്റ് ത്രൂ സ്മോൾ ബെറ്റർമെൻറ്റ് ആക്ടിവിറ്റീസ് റാദർ ദാൻ ലാർജ് ചേഞ്ചസ്. പെട്ടെന്നൊരു ചേഞ്ച് വരുത്തുന്നതിന് പകരം കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ഇംപ്രൂവ്മെൻറ്റ്, ദിനേന ഡെയിലിയായി ഗ്രാജുവലായി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വരുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക അല്ലേ? ഒരാളുടെ സ്വഭാവം ഒറ്റ ദിവസം മാറ്റാൻ പറ്റില്ല, പകരം അയാൾക്ക് ഡെയിലി ചെറിയ ഹാബിറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാറ്റാൻ കഴിയും. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയാൽ കൺസ്യൂമർ ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല, പകരം ആ പ്രോഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡെയിലി അത് സ്റ്റഡി ചെയ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു കോൺസെപ്റ്റാണ് കെയ്സൺ കോസ്റ്റിംഗ്. ഇത് ഫോക്കസ് റിഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ ചുരുക്കാൻ പറ്റും. നമ്മൾ 50 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് അത് 40 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പകരം നമുക്ക് ഓരോ ദിവസം 10 പൈസ വെച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഒരു പീരീഡിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന കോൺസെപ്റ്റാണ് കെയ്സൺ കോസ്റ്റിംഗ്. ദെൻ 6 സിഗ്മ, ഇത് പ്രോഡക്റ്റ് പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്.
കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ബൈ റെഡ്യൂസിങ് ആൻഡ് എലിമിനേറ്റിംഗ് പ്രോഡക്റ്റ് ഡിഫക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്യുക, അല്ലേ? ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകൾ ഒഴിവാക്കുക. സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പറയുന്നത്. സീറോ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ സീറോ അല്ല, ദർ മേ ബി അലവബിൾ മിനിമം ഡിഫക്റ്റ്. ആ ഒരു സീറോ ഡിഫക്റ്റ് കൺസെപ്റ്റാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആണ് മറ്റൊരു ടേം. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ എൻ്റയർ ലൈഫ് സൈക്കിൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് റോ മെറ്റീരിയൽ പർച്ചേസ്, സ്റ്റോറേജ്, സപ്ലൈ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ വരുന്നുണ്ട്. ഓരോ സ്റ്റേജിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ സ്റ്റേജിൻ്റെയും കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഈസ് എസ്റ്റിമേറ്റഡ് ആൻഡ് കൺട്രോൾഡ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, താങ്ക് യു.